ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് തമിഴ് സിനിമയുടെ പ്രത്യേകത. തമിഴക രാഷ്ട്രീയത്തിന്റെയും പ്രത്യേകത അതുതന്നെയാണ്. തമിഴകത്ത് ഇപ്പോൾ തമിഴ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. ഒരു വശത്ത് വിജയുടെ ടിവിക്ക് തമിഴക വെട്രിക്കഴകം മുന്നേറുമ്പോൾ, മറുവശത്ത് ഭരണം നിലനിർത്താൻ തന്ത്രങ്ങൾ മെനയുകയാണ് സ്റ്റാലിൻ, DMKയുടെ സ്റ്റാലിൻ. അതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും AIDMK നേതാവുമായ O പനീർസെൽവം. തമിഴ്നാട് നിയമസഭാ മന്ദിരത്തിൽ വെച്ചായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെയാണ് OPS സ്റ്റാലിനെ കണ്ടത്. ഇരു നേതാക്കളും കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു സഖ്യത്തിന് ഈ കൂടിക്കാഴ്ച വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രവചിക്കുന്നു, എഴുതുന്നു മാധ്യമങ്ങൾ. സീറ്റ് ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് OPS സ്റ്റാലിൻ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം. മീറ്റിംഗിനെ കുറിച്ച് ഇരു നേതാക്കളും പ്രതികരിച്ചില്ലെങ്കിലും പോസിറ്റീവായ ചർച്ച ഇരുവർക്കുമിടയിൽ നടന്നു എന്നാണ് ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള പ്രതികരണത്തിൽ കരുതൽ പുലർത്താൻ AIDMK തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം മറ്റൊരു നാടകീയ നീക്കത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു. അന്തരിച്ച നടൻ വിജയകാന്ത് രൂപീകരിച്ച ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം, അതായത് DMK സഖ്യത്തിൽ ചേർന്നു. വ്യാഴാഴ്ച രാവിലെ DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് DMK ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. DMDKയുടെ നീക്കം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അണ്ണാ DMK സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ്. 2005 നടൻ വിജയകാന്ത് DMDK രൂപീകരിച്ച ശേഷം ഇതാദ്യമായാണ് DMKയുമായി സഖ്യം ഉണ്ടാക്കുന്നത്. മുമ്പ് AIDMKയുമായി DMDK സഖ്യം ഉണ്ടാക്കിയിരുന്നു. അത് പിന്നീട് അടിച്ചു പിരിയുകയും ചെയ്തു. എന്നാൽ ഇത്തവണ അവസാന നിമിഷം DMDK NDA സഖ്യത്തിലേക്ക് പോകുമോ എന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് DMK സഖ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കരുത്ത് വർദ്ധിപ്പിച്ച് MK സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ കളികൾ ആരംഭിച്ചിരിക്കുന്നു. മുത്തുവേൽ കരുണാനിധിയുടെ മകനായ സ്റ്റാലിന് രാഷ്ട്രീയ കളികൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ തന്ത്രജ്ഞനായ കരുണാനിധിയുടെ രാഷ്ട്രീയ കളികളും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളും രാഷ്ട്രീയ കരുതലുകളും ഒക്കെ സ്റ്റാലിനും സ്വയത്തം. എന്തായാലും പനീർസെൽവം DMKയിലേക്ക് പോകുന്നുവെന്ന വാർത്ത വന്നതോടുകൂടി AIDMK നെടുകെ പിളരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വിജയ് രൂപീകരിക്കുന്ന തമിഴക വെട്രിക്കഴകം മുഖ്യ പ്രതിപക്ഷമാകുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുന്നു. വിജയകാന്തിന്റെ പാർട്ടി കൂടി ചേർന്നതോടുകൂടി DMDKയും കൂടി ചേർന്നതോടുകൂടി ശക്തമായ നിലയിലാണ് DMK മുന്നണി ഇപ്പോൾ. കോൺഗ്രസ് ചില അവസരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ സ്ഥാനം വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അത് ഇതുവരെയ്ക്കും അംഗീകരിച്ചു കൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറായിട്ടില്ല. DMDK ജയലളിതയുമായി ചേർന്ന് ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് വിജയകാന്ത് ആയിരുന്നു. ആ സഖ്യം അതിവേഗം അടിച്ചു പിരിഞ്ഞു. വിജയകാന്ത് പിന്നീട് ജയലളിതയുടെ ശക്തനായ വിമർശകനായി മാറുകയും ചെയ്തു. വിജയ് തമിഴക വെട്രിക്കഴകവുമായി അല്ലെങ്കിൽ TVKയുമായി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്ന സമയത്താണ് സ്റ്റാലിനുമായി പനീർസെൽവം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കണ്ടാൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന നേതാക്കളാണ് ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് കൂടിക്കാഴ്ച നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. പനീർസെൽവം സ്റ്റാലിന്റെ ശക്തനായ വിമർശകനായിരുന്നു. ജയലളിതയുടെ എല്ലാമായിരുന്നു. ജയലളിത ജയിലിൽ പോയ സമയത്ത് പനീർസെൽവമാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. എന്തായാലും
ഇപ്പോൾ പനീർസെൽവത്തെ തന്നെ സ്റ്റാലിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. തമിഴക രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് രണ്ട് പ്രബല മുന്നണിയായ തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ DMK-യുമായി സഖ്യമുണ്ടാക്കിയത്. പ്രേമലത വിജയകാന്തിന്റെ ബുദ്ധിപരമായ നീക്കം. DMK അധികാരത്തിൽ വരുമെന്ന് മിക്ക സർവേ ഫലങ്ങളും പറയുന്നു. രണ്ടാം സ്ഥാനം പ്രതിപക്ഷത്ത് TVK വരുമെന്നും പറയുന്നു. പക്ഷേ തന്റെ കരുത്ത് വർദ്ധിപ്പിച്ച് മൃഗീയമായ കഴിഞ്ഞവണ നേടിയതുപോലെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനാണ് സ്റ്റാലിൻ തന്ത്രങ്ങൾ മെനയുന്നത്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനനുസരിച്ചുള്ള വിജയങ്ങളും സ്റ്റാലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു. പനീർസെൽവവും സ്റ്റാലിനും ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. വെറുതെ രണ്ടുപേരും ചർച്ച നടത്തില്ല. ഇരുവർക്കുമിടയിൽ ദ്രാവിഡ ആശയങ്ങളാണ് ഉള്ളത്. പക്ഷേ രണ്ട് തോണിയിൽ സഞ്ചരിക്കുന്ന നേതാക്കളാണ്. അവരിരുവരും ഇപ്പോൾ ഒരു തോണിയിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്.